Today we discuss about the topic design of single plate clutch. So what is meant by clutch? Clutch is a mechanical device which engage and disengage power transmission, especially from driving shaft to driven shaft. Driving shaft il ninnu driven shaft like power transmit cheyan vendi ഉപയോഗിക്കുന്ന ഒരു മെക്കാനിക്കൽ ഡിവൈസ് ആണ് നമ്മുടെ ക്ലച്ച്. എൻഗേജ് ചെയ്യാൻ ചിലപ്പോൾ ഡിസെൻഗേജ് ചെയ്യാം നമുക്ക്. സോ അതിന് വരുന്ന ഒരെണ്ണമാണ് ഫ്രിക്ഷൻ ക്ലച്ച്. അപ്പോൾ ഫ്രിക്ഷൻ ക്ലച്ചിൻ്റെ പർപ്പസ് എന്താണ്? കണക്ട് വൺ മൂവിങ് മെമ്പർ ടു അനദർ വൺ ദാറ്റ് ഈസ് മൂവിങ് എ ഡിഫറെൻറ്റ് സ്പീഡ് ഓൺ സ്റ്റേഷനറി. ഒരു മൂവിങ് മെമ്പറിന് മറ്റൊരു മൂവിങ് മെമ്പർ അത് അതേ സ്പീഡിൽ പോകണമെന്നില്ല, ഡിഫറെൻറ്റ് സ്പീഡിൽ പോകാം, അല്ലെങ്കിൽ അത് സ്റ്റേഷനറി ആയിരിക്കും. ഇവിടെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ക്ലച്ചുകൾ യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എ ഡ്രൈ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് is to be designed for an automotive vehicle where engine is rated to give 100 kW at 2400 rpm and a maximum torque of 500 Newton meter. The outer radius of friction plate is 25% more than that of inner. The intensity of pressure between the plate is not to exceed 0.07 Newton per mm square. The coefficient of friction is 0.3. The helical spring required by the clutch to provide axial force necessary to engage the clutch are 8. If each spring has stiffness 40 Newton per mm, determine the dimension of the friction plate and initial compression of spring. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ അത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എ ഡ്രൈ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് ഈസ് ടു ബി ഡിസൈൻഡ് ഫോർ ആൻ ഓട്ടോമോട്ടീവ് വെഹിക്കിൾ വെർ എഞ്ചിൻ ഈസ് റേറ്റഡ് അറ്റ് give 100 kilowatt. So power is given as 100 kilowatt. Power is given. Then at 2400 rpm. So the speed is given. The speed is given as 2400 rpm. And a maximum torque. Torque is given as 500 Newton meter. Then the radius of friction plate, that outer radius of friction plate, that is R0. Outer radius of friction plate is 25% more than that of inner. 25% means 125%. 25 കൂടെ കൂടുതലാണ് നമ്മൾ 25% കൂടെ. അപ്പോൾ 100ൻ്റെ കൂടെ 25 കൂടെ. അപ്പോൾ 125%. അപ്പോൾ 1.25 ചെയ്താൽ. സോ 1.25 ഓഫ് ഇന്നർ റേഡിയസ് ആർ. ഇത് നമുക്ക് ഡയമീറ്റർ ടൈംസിലേക്ക് മാറ്റാം. സോ R0 അവിടെ D0 ഈസ് ഈക്വൽ ടു 1.25 ഓഫ് DI എന്നത്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ ബിറ്റ്വീൻ ദ പ്ലേറ്റ് ഈസ്. അപ്പോൾ P max. ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ ഈസ് P max. So P max is equal to 0.7 Newton per mm square. അതാണ് നമുക്ക് ഗിവൺ ഡേറ്റയാണ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? The coefficient of friction is 0.3. So the value of mu is given as 0.3. The helical spring necessary to engage the clutch are 8. അല്ലേ? The helical spring required by the clutch to provide axial. ഒരു ആക്സിയൽ ഫോഴ്സ് കൊടുക്കണം എങ്കിൽ മാത്രമേ ക്ലച്ചിനെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റൂ. അപ്പോൾ അതിന് വേണ്ട ഫോഴ്സ് കൊടുക്കാൻ ഉപയോഗിക്കുന്ന സ്പ്രിങ്സിൻ്റെ എണ്ണം എത്രയാണ്? 8. അപ്പം നമ്പർ ഓഫ് സ്പ്രിങ്സ് തന്നിട്ടുണ്ട് ഗിവൺ ഡേറ്റ. സോ ദ നമ്പർ ഓഫ് സ്പ്രിങ് ഈസ് 8. ഓരോ സ്പ്രിങ്ങിനും ഒരു സ്റ്റിഫ്നെസ് ഉണ്ട്. സോ ദ ഈച്ച് സ്പ്രിങ് ഹാവ് എ സ്റ്റിഫ്നെസ് ഓഫ് 14 Newton per meter. അപ്പോൾ ഒരു സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് ആണ് 14 Newton per mm. അപ്പോൾ 8 ആണെങ്കിൽ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ ഡിറ്റർമൈൻ ദ ഡയമെൻഷൻസ് ഓഫ് ഫ്രിക്ഷൻ പ്ലേറ്റ് ആൻഡ് ഇനിഷ്യൽ കംപ്രഷൻ ഓഫ് സ്പ്രിങ്. അപ്പോൾ 2 കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒന്ന് ഡയമെൻഷൻസ് കണ്ടുപിടിക്കണം. സെക്കൻഡ് വൺ ദ ഇനിഷ്യൽ കംപ്രഷൻ. സോ ഫസ്റ്റ് വൺ ഫൈൻഡ് ഔട്ട് ദ ഡയമെൻഷൻസ് ഓഫ് ഫ്രിക്ഷൻ പ്ലേറ്റ്. അപ്പോൾ ഫ്രിക്ഷൻ പ്ലേറ്റിൻ്റെ ഡയമെൻഷൻസ് മീൻസ് 2 എണ്ണമാണ്. എന്തൊക്കെയാണ്? ഔട്ടർ ഡയമീറ്ററും ഇന്നർ ഡയമീറ്റർ. സോ അതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് T is equal to pi by 8 mu into n dash into P max into DI into D0 square minus DI square. ഇത് പേജ് നമ്പർ 258 ഇക്വേഷൻ നമ്പർ 13.9 F ഇതിലവിടെ ഉണ്ട്. അപ്പോൾ ഇതിൽ എന്താ T എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം ടോർക്ക്. അത് നമുക്ക് ഗിവൺ ഡേറ്റയിൽ തന്നിട്ടുണ്ട്. ദ മാക്സിമം ടോർക്ക് ഈസ് 500 Newton meter. അല്ലെങ്കിൽ നമുക്ക് പവറിൽ നിന്ന് കണ്ടുപിടിക്കാം. പവർ ഈസ് ഈക്വൽ ടു 2 pi NT/60. അവിടെ നമുക്ക് Tയുടെ വില കണ്ടുപിടിക്കാം. അപ്പോൾ കിലോ വാട്ടിനെ വാട്ട്സ് ആക്കണമെന്നേ ഉള്ളൂ. കാരണം ഇത് നമ്മൾ ജനറൽ ഇക്വേഷനാണ് ടോർക്കിന് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ടോർക്ക് നമുക്ക് അവർ തന്നിട്ടുണ്ട് എത്രയാണ്? 500 Newton meter. സോ യു ഹാവ് ടു യൂസ് ദാറ്റ്. 500 Newton meter ആണ് നമുക്ക് വേണ്ടത്. MM-ലാണ്. സോ കൺവേർട്ട് ഇറ്റ് ഇൻ ടു Newton mm. സോ മൾട്ടിപ്ലൈഡ് ഇറ്റ് 10⁻³ അല്ലേ? സോ 500 Newton meter ഈസ് 500 into 10⁻³ Newton mm is equal to pi by 8 into mu, coefficient of friction already is given as, that is 0.3.
3. Some data book, the mu is represented as F. F എന്നും പറഞ്ഞ ടേമിലും mu represent ചെയ്യാറുണ്ട് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. So pi by 8 into 0.3. N dash means number of friction surface in contact. എത്ര ഫ്രിക്ഷൻ സർഫസുകളാണ് കോൺടാക്റ്റിൽ വരുന്നത്. പൊതുവേ നമ്മളത് 2 എണ്ണമെന്നാണ് സിംഗിൾ പ്ലേറ്റ് ക്ലച്ചുകളിൽ തന്നിട്ടില്ലെങ്കിൽ എടുക്കുന്നത്. സോ നമ്പർ ഓഫ് സർഫസ് കോൺടാക്ട് ഈസ് 2. P max കണ്ടുകൊണ്ട് എത്ര 0.07. Then inner diameter നമുക്ക് തന്നിട്ടില്ല. എന്നാൽ നമുക്കറിയാം d0 ഈസ് 1.25 di. അപ്പോൾ ഇന്നർ ഡയമീറ്റർ di എന്ന് തന്നെ ഇടുക. d0ക്ക് വരെ എന്ത് കൊടുക്കാം? ദാറ്റ് ഈസ് 1.25 di the whole square minus di square. അപ്പോൾ ഈ ഇക്വേഷനകത്തു നിന്ന് നമുക്ക് പൈ ബൈ 8 ഇൻറ്റു മ്യൂവിൻ്റെ വില 0.3, പി മാക്സ് എൻ ഡാഷ് 2, പി മാക്സ് 0.07, ഡി ഐ നമുക്കറിയില്ല, അത് അതുകൊണ്ട് d0 നമുക്ക് അറിയാം എന്താണ് 1.25 di എന്നറിയാം. സോ ദാറ്റ് ഈസ് യൂസ്ഡ് ഹിയർ. അങ്ങനെ നമുക്ക് എന്തായി ഇവിടെ അൺനോൺ എന്തായി di മാത്രമായി. ഓൺ സോൾവിങ് യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് di. Okay, the value of di is 378.13 mm. From that we will get the value of d0. d0 is 1.25 times of di. So 1.25 into 378.13. So you will get 472.64 mm. So you will get the dimensions of friction plate. Inner diameter is 378.13 mm and outer diameter is 472.64 mm. Second, എന്താണ് നമുക്ക് വേണ്ടത്? Second, you have to find out the initial compression. അല്ലേ? Second one, you have to find out the initial compression of spring. Okay, the initial compression of spring നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ അതിനു വേണ്ടി നമുക്ക് പഠിച്ചിട്ടുണ്ട്. What do you mean by stiffness? Stiffness means the stiffness S is equal to the amount of force required to produce a unit deflection. എത്ര ഫോഴ്സ് ആവശ്യമാണ് ഒരു യൂണിറ്റ് ഡിഫ്ലക്ഷൻ ഉണ്ടാക്കാൻ? അതാണ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റിഫ്നെസ് ഈസ് ഈക്വൽ ടു എഫ് ബൈ ഫോഴ്സ് പെർ യൂണിറ്റ് ഡിഫ്ലക്ഷൻ. ഡിഫ്ലക്ഷൻ ഈസ് റെപ്രസെന്റ് ബൈ ഡെൽറ്റ. അപ്പോൾ എഫ് എ ബൈ ഡെൽറ്റ. എഫ് എന്ന് എടുക്കാനുള്ള കാരണം ഇവിടെ വരുന്നത് ആക്സിലായിട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, അതുകൊണ്ടാണ് നമ്മൾ എഫ് എന്ന് എടുത്തത്. അപ്പോൾ സ്റ്റിഫ്നെസ് ഈസ് ഈക്വൽ ടു എഫ് എ ബൈ ഡെൽറ്റ. ഡെൽറ്റ ഈസ് ദ ഡിഫ്ലക്ഷൻ അല്ലേ? അത് തന്നെയാണ് ഇവിടുത്തെ ഇനിഷ്യൽ കംപ്രഷൻ ഓഫ് സ്പ്രിംഗ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇനിഷ്യൽ കംപ്രഷൻ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാം. മീൻസ് ഇനിഷ്യൽ കംപ്രഷൻ തന്നെയാണ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. സോ ഇനിഷ്യൽ കംപ്രഷൻ ഈസ് ഈക്വൽ ടു എന്ത് വരും? ദാറ്റ് ഈസ് ഇത് അങ്ങോട്ട് പോവും എഫ് എ ബൈ എസ് എന്ന്. എസ് നമുക്ക് ടോട്ടൽ സ്റ്റിഫ്നെസ് ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടുത്തെ എസ് ഒരെണ്ണത്തിൻ്റെ അല്ല എടുക്കേണ്ടത്, ഇവിടെ എത്ര എണ്ണം എടുക്കണം? നമുക്ക് 8 സ്പ്രിംഗ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ സ്റ്റിഫ്നെസ് ആണ് നമുക്ക് വേണ്ടത്. സോ ദ സ്റ്റിഫ്നെസ് ഈസ് 40. അപ്പോൾ 8 എണ്ണം ഉണ്ട്. അപ്പോൾ 8 into 40 ദാറ്റ് ഈസ് ഈക്വൽ ടു 320 Newton per m. Then you have to find out axial force Fa. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആക്സിയൽ ഫോഴ്സ് Fa നമുക്ക് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഫോർ ദാറ്റ് പർപ്പസ് Fa ഈസ് ഈക്വൽ ടു 1/2 into pi into P max into di into d0 minus di. ഈ എക്സ്പ്രഷൻ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? ഡേറ്റാ ബുക്കിൽ തന്നെ ഉണ്ട്. പേജ് നമ്പർ 258, ഇക്വേഷൻ നമ്പർ 13.9d. ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ആക്സിയൽ ഫോഴ്സ് കണ്ടുപിടിക്കുന്നു. 1/2 into pi into P max ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. ദ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ the intensity of pressure is given as 0.7 അല്ലേ? So 0.7, that value is given in your 0.07. The pressure is not given as 0.7, 0.07. അവിടെ ഒരു തെറ്റുണ്ടായിരുന്നു. 0.07 നമ്മളാക്കണം. അപ്പോൾ ആദ്യത്തേനകത്ത് നമ്മൾ 0.07 ആണ് പി മാക്സ് ഇട്ട് കൊടുക്കേണ്ടത്. ഇവിടെയും അതുപോലെ തന്നെ പി മാക്സ് ഇട്ട് കൊടുക്കേണ്ടത് 0.07 ഇൻറ്റു ഡി ഐ. ഓൾറെഡി ഡി ഐ നമ്മൾ കണ്ടുപിടിച്ചു. എത്രയായിരുന്നു? 378.13 ഇൻറ്റു d0. d0 ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചതാണ്. എത്രയാണ്? 478.64 മൈനസ് ഡി ഐ. ഡി ഐ ഈസ് 378.13 അല്ലേ? സോ യു വിൽ ഗെറ്റ് ദ എഫ് എ. സോ എഫ് എ ഈസ് ഈക്വൽ ടു 3930.74 ന്യൂട്ടൺ. സോ നമുക്ക് എഫ് എയും കിട്ടി, നമുക്ക് എന്തും അറിയാം? സ്റ്റിഫ്നെസ്സും അറിയാം. സോ യു വിൽ ഗെറ്റ് ഇനിഷ്യൽ കംപ്രഷൻ. സോ സെക്കൻഡ് വൺ ഈസ് ദ ഇനിഷ്യൽ compression of spring. So you will get Fa by S, that is Fa by S. Fa is equal to 3930.74 divided by stiffness is the value of the stiffness is 320. So stiffness is 320. So you will get 12.28 mm. So 12.28
mm. So the stiffness of the spring is 12.28 mm. So you will have to find out the initial compression of the spring, and also first to find out your the dimensions of friction plate D0 and DI. Then second step you have to find out the initial compression of spring. These are the two steps for finding out the dimensions of friction plate and initial compression of spring.